അടിപൊളി ഹൗസ് അല്ലേ, ഫുള്ള് തേക്കാണ്. ഇവിടെ വന്നാൽ ഒന്നിനൊരു കുറവില്ല കേട്ടോ. ആടണമെങ്കിൽ ആടാം. എന്തൊരു മാനും ആനയും, എന്താ പറയുക. അപ്പം നമ്മൾ ഒരു യാത്രയിലാണ്, വയനാട്ടിലാണ്. നമുക്ക് തോൽപ്പെട്ടി എന്ന സ്ഥലത്ത് എത്തണം കേട്ടോ. കാട്ടിക്കുളം അല്ലെങ്കിൽ കുട്ട, നമ്മളെ കർണാടകയിലോട്ട് കടക്കണ വഴിയാണ് കേട്ടോ. ബത്തേരി വഴിയാണെങ്കിൽ 65 കിലോമീറ്റർ ഉണ്ട്, 1.25 മണിക്കൂർ കൊണ്ട് എത്തും. അതല്ല നമ്മൾ കൽപ്പറ്റ വഴിയാണ് വരുന്നതെങ്കിൽ എളുപ്പമാണ്. 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഒരു 49-50 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റും. എത്ര കണ്ടാലും മതി വരാത്ത ആ കാനനം ഭംഗി എന്നൊക്കെ പറയല്ലോ, അതല്ല അവിടുത്തെ വായു എന്ന് പറയുമ്പോൾ നമ്മളെ ദീർഘായുസുക്കളാക്കി മാറ്റുന്ന ഒരു അന്തരീക്ഷമാണ്. അത് ഞാൻ പറയാതെ തന്നെ അറിയാൻ പറ്റും. നല്ല ശുദ്ധവായു കിട്ടും. ചുറ്റും കാടല്ലേ, പച്ചപ്പ് നിറഞ്ഞ കാട്. തോൽപ്പെട്ടി എത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ, തെറ്റ് റോഡ് ജംഗ്ഷൻ എന്നാണ് പറയുക. ഇവിടുന്ന് തിരുനെല്ലിക്കും പോകാം, കുട്ടയിലേക്കും പോകാം. അപ്പോൾ ഇവിടെ ഒരു ഫേമസ് ആയ ഉണ്ണിയപ്പത്തിൻ്റെ കടയുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് കറക്റ്റ് പാകമുള്ള ഉണ്ണിയപ്പമാണ് അവിടെ കിട്ടുക. അവിടെ ഫോട്ടോയിൽ കണ്ട അദ്ദേഹമാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതാണ് തെറ്റ് റോഡ് ജംഗ്ഷൻ. നമുക്കിതാ കാറ് പോകുന്ന ആ വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് തോൽപ്പെട്ടിയിലേക്ക്. കണ്ടില്ലേ, ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ്, പാകത്തിനുള്ളതാണ് കേട്ടോ, മധുരമൊക്കെ. ഈ കാടിലൂടെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും മറന്നു പോയിരിക്കും, അത് തീർച്ചയാണ് കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ പലതരത്തിലുള്ള മൃഗങ്ങളെയും നമ്മൾ കണ്ടുമുട്ടിയേക്കാം. നമ്മൾ ഫസ്റ്റ് കണ്ടത് ആ ചതുപ്പ് നിലത്തിൽ കുറേ ആനകളാണ്, ഒരു ആനക്കൂട്ടാണ്, ഫാമിലിയാന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് ദൂരെയായിട്ടാണ് ഞാനത് നമ്മുടെ മൊബൈലിൽ പരമാവധി ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒന്നും കൂടി ക്ലോസപ്പ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഇതാ കുറേ ആനകളും കുട്ടി ആനകളും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കണ്ടില്ലേ, ആനകൾ അവിടെ സ്വൈര്യ വിഹാരം അല്ലേ, അങ്ങനെയല്ലേ പറയുക, ഒക്കെ ചെയ്ത് പുല്ല് മേഞ്ഞ് നടക്കുകയാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ തോൽപ്പെട്ടി എക്കോ ടൂറിസം വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് കേട്ടോ. അവിടെ ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട്. സഫാരി നമുക്ക് വേണമെങ്കിലൊരു രാവിലെ 5 മണിക്ക് മുമ്പ് വന്നാൽ സഫാരിയൊക്കെ ചെയ്യാം. നമ്മളതിനൊന്നും നിന്നില്ല, കാരണം ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിട്ടാ. പിന്നെ ഇവിടെ ഒത്തിരി ഊഞ്ഞാലകളുണ്ട്, നല്ല ഹൈറ്റിൽ. നമുക്ക് ഊഞ്ഞാലപ്രേമികളാണെങ്കിൽ എത്ര ഉയരത്തിൽ വേണമെങ്കിലും ആടാം, ഒത്തിരി സമയം ചിലവഴിക്കാം കേട്ടോ. അപ്പോൾ പ്രകൃതി സുന്ദരമായ ശാന്തമായ സ്ഥലം. ഇത് കണ്ടില്ലേ, ഈ ബംഗ്ലാവ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ടൈമിൽ ഉണ്ടാക്കിയതാണ്. 500 വർഷം പഴക്കമെങ്കിലും കാണും. ഇത് ഫുള്ള് തേക്കാണ് കേട്ടോ. ഒരു ഭാഗമില്ല സിമൻറ്റോ കല്ലോ ഉള്ളത്, എനിക്ക് തോന്നുന്നു ഒരു ഭാഗം ഉണ്ടാവില്ല. അകത്ത് തുറന്ന് കാണാനൊന്നും പറ്റിയില്ല. മച്ചും ഒക്കെ മരം കൊണ്ടുള്ള പറഞ്ഞ തേക്കാണ്, പ്യുവർ തേക്ക്. അപ്പോൾ ഇവിടെ ഒത്തിരി തേക്ക് മരങ്ങളുണ്ട്. മറ്റ് പലതരം ഈട്ടി, എന്തൊക്കെയോ മരങ്ങളുടെ പേര് മുഴുവനൊന്നും എനിക്കറിയില്ല കേട്ടോ. കണ്ടില്ലേ, ഊഞ്ഞാല എത്ര ദൂരം വരെയാണ് നമുക്ക് ആടാൻ പറ്റുക. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. വലിയ വലിയ മരങ്ങൾ, ഇത്രയും വലിപ്പത്തിലുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കണ്ടില്ലേ, ഒരു മലയണ്ണാനുണ്ട് ഇവിടെ. അതിനെ നോക്കണം ഞാനിങ്ങനെ ഒരു പ്രാവശ്യം. ഇത് കണ്ടോ, അത് ചന്ദനമരമാണ് കേട്ടോ, വലിയൊരു ചന്ദനമരം. ഇത് എരുക്ക് എന്ന് പറയുന്ന ഒരു മരമാണ്. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് കണ്ടില്ലേ ഒരു മലയണ്ണാൻ ചാടി ചാടി പോകുന്നുണ്ട്. അതിന് ഞാൻ കുറേ നേരം അതിനെ തന്നെ എടുത്തു. കണ്ടില്ലേ, ജമ്പ് ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അടുത്തൊന്നും കിട്ടിയില്ല, എങ്കിലും പരമാവധി ഞാൻ അതിനെ എടുക്കാൻ നോക്കിയിട്ടോ. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടി ചാടി പോകുന്നു, എന്തോ അന്വേഷിച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അവിടെ എവിടെയെങ്കിലും ആയിരിക്കാം. ഭക്ഷണം തേടി പോയിട്ട് തിരിച്ച് വരുന്നതും ആകാം. ജമ്പ് ചെയ്തിട്ട് പിന്നെ എങ്ങോട്ട് പോയിന്ന് കാണാൻ പറ്റില്ല. കണ്ടില്ലേ, ചാടി ചാടി പോകുന്നത്. ഈ മരങ്ങളും എല്ലാം കണ്ട് അവിടെ നിന്ന് പോരാനേ തോന്നുന്നില്ലേന്നു. അപ്പോഴാണ് കുറേ മാൻകൂട്ടമുണ്ട് പുറകിലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെത്തിയപ്പോഴത്തേക്ക് അവരവിടെ നിന്ന് പോയിന്ന് തോന്നുന്നു. എങ്കിലും
കുറച്ച് നേരം കൂടി ഇങ്ങനെ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ ഫുള്ള് കവറാണ്, മരങ്ങൾ മാത്രമേ കാണാനുള്ളൂ. എവിടെ നോക്കിയാലും മരങ്ങൾ. നമുക്ക് സിറ്റി ലൈഫൊക്കെ മറന്ന് അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നും. ഒത്തിരി ആളുകൾ വരുന്നുണ്ടായിരുന്നു, പലരും ഊഞ്ഞാലകൾ ആടി രസിക്കുന്നുണ്ടായിരുന്നു. കുട്ടികളെക്കാട്ടിലും വലിയവരാണ് അത് എൻജോയ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഇത് ഫോറസ്റ്റ് ഓഫീസാണ്. കണ്ടില്ലേ മാനുകൾ. നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ, പിന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട് വരുന്ന വഴിക്ക് കുറേ മാനുകൾ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടു. മാനും കുട്ടികളും ഫുൾ ഫാമിലിയാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, കലമാനും, കൂട്ടത്തിൽ കലമാനും ഉണ്ട്. അപ്പോൾ ഇവർ കൂട്ടത്തിൽ കുറച്ച് കൊക്കുകളും കുരങ്ങന്മാരും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. കണ്ടില്ലേ, ചെറിയൊരു കുഞ്ഞും ഉണ്ട് കേട്ടോ. അങ്ങനെ അവർ മേയട്ടെ, നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കാം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നെ നമ്മൾ ആ പഴയ ആനക്കൂട്ടമില്ലേ, ചതുപ്പ് നിലത്തിലുണ്ടായിരുന്ന ആനക്കൂട്ടങ്ങളെ കണ്ടു. പിന്നെ സൂര്യൻ അസ്തമിക്കുന്നു, ദൂരെയുള്ള മലനിരകളും അതിൻ്റെ ഭംഗിയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഭംഗി മനസ്സിലാവും. ആ ഏരിയ റോഡിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ആനക്കുട്ടിയെ കിട്ടിയിരുന്നു. ഒരു കടുവ കടിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കുറേ പേര് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയാണ് കേട്ടത് കേട്ടോ. ഏതായാലും രക്ഷപ്പെടും. ഇവിടെ കടുവകളും പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു കടുവയെങ്കിലും കാണാൻ പറ്റുന്നു. കടുവയെ കണ്ടില്ല, ഒറ്റയ്ക്കുള്ളൊരു ആനയെ കണ്ടു കേട്ടോ. ഒറ്റയാനല്ലാന്ന് തോന്നുന്നു, കാരണം കൊമ്പൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ലൈക്സായും കമൻസായും അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് നമ്മളെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു യാത്രാ വീഡിയോയുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നവരെയും എല്ലാവർക്കും എൻ്റെ നമസ്കാരം.